ഭർത്താവിൻ്റെ കയ്യും പിടിച്ച് ഭാര്യയ്ക്ക് നടക്കാൻ എന്തൊരു താല്പര്യമാണ്. എല്ലാ ദുഃഖത്തിലും എല്ലാ സന്തോഷത്തിലും എല്ലാ സുഖങ്ങളിലും ഭർത്താവിനോടൊപ്പം കൂടെയുള്ളവളല്ലേ ഭാര്യ. അവർ രണ്ടുപേരും ഒരുമിച്ച് കൂടുമ്പോഴല്ലേ കുടുംബമാകുന്നത്. അവർ മരണം എത്തിയാലും ഒരുമിക്കുന്ന ചില രംഗങ്ങളുണ്ട്. ഇന്ന് മൂവാറ്റുപുഴ പുന്നമറ്റം ജമാഅത്ത് മഹലിൽ ഒരു ഖബറടക്കം നടന്നു. കണ്ടില്ലേ നിങ്ങൾ? ഭർത്താവ് മരിച്ചപ്പം ആ രണ്ട് ആത്മാക്കളും ഒരുമിച്ച് നടന്നതാണ്. ഒരു ആത്മാവ് നിലച്ചപ്പം മറ്റേ ആത്മാവ് പറഞ്ഞു, എനിക്കിനി ശ്വാസം വേണ്ട, എനിക്ക് നീ ഇല്ലാതെ എൻ്റെ ശ്വാസം ഇനി ആവശ്യമില്ല, എനിക്ക് വിസമ്മതമാണ്. രണ്ട് ശ്വാസവും നിലയ്ക്കുകയാണ്. ആ പുന്നമറ്റം മഹലിൽ രണ്ട് ഖബറൊരുങ്ങുകയാണ്. ഈ ലോകത്തെ ആദ്യ രാത്രിയിൽ സമ്മേളിച്ച രണ്ട് ശരീരങ്ങളുടെ ആത്മാവുകൾ പരലോക ജീവിതത്തിന്റെ ഒന്നാമത്തെ ദിവസമായ ഒന്നാമത്തെ രാത്രിയിൽ ഇതാ രണ്ട് ആത്മാക്കൾ ഒരുമിച്ച് കൂടുകയാണ്. കാലം കണ്ട ഏറ്റവും വലിയ സ്നേഹവേദന, മരണത്തിന്റെ വാതിൽക്കൽ പോലും അവരിതാ ഒരുമിക്കുകയാണ്. രണ്ടുപേരും ഒരുമിച്ച് മരിക്കുകയാണ്. എന്തൊരാനന്ദമാണ്! ഭർത്താവിൻ്റെ കൂടെ ഭാര്യയും കൂടി പോവുക, ഭാര്യയുടെ കൂടെ ഭർത്താവും കൂടി പോവുക. എന്തൊരു ചേർച്ചയാണ് അവരുടെ ജീവിതത്തിൽ. ജീവിച്ചതുപോലെ സുഖത്തിലും ദുഃഖത്തിലും ഭർത്താവിനോടൊപ്പമുള്ള ഭാര്യ, സന്തോഷത്തിലും സഹതാപത്തിലും കൂടെ ഉണ്ടായിരുന്ന ഭാര്യ, ഇതാ മരണത്തിലും അവർ ചേർന്ന് നിൽക്കുകയാണ്. എന്തൊരഴകാണ് ആ കുടുംബ ജീവിതത്തിൻ്റെ ഭദ്രതയും മാന്യതയും അതുപോലെ മാതൃകയും. അള്ളാഹു തുണയ്ക്കട്ടെ. ആ രണ്ട് ആത്മാക്കൾക്ക് ബർസഖിന്റെ ലോകം സന്തോഷത്തിലാക്കി അനുഗ്രഹിക്കട്ടെ. ആമീന യാ റബ്ബൽ ആലമീൻ.